ഹലോ എവരി വൺ, വെൽക്കം ടു ചിന്നു സ്വീറ്റ്സ് ആൻഡ് സ്പൈസി വേൾഡ്. ഇന്ന് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഫോർമലായിട്ടുള്ള ഒരു വീഡിയോ ഒന്നുമല്ല, കുക്കിങ്ങോ അല്ലെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വീഡിയോ ഒന്നുമല്ല. ഇതെൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലം തന്നെയാണ്. എനിക്ക് കൊച്ചിലെ മുതൽ ഒരുപാട് നടന്ന് ഇങ്ങനെ എന്താ പറയുക, അമ്മയുടെ കൂടെയൊക്കെ പുല്ല് പറിക്കാനോ എന്തിനൊക്കെയോ വന്ന് ഇങ്ങനെ ഒരു നൊസ്റ്റാൾജിക് ഫീലുള്ള ഒരു സ്ഥലമാണ്. അപ്പം അന്ന് അരുവിക്കൽ അമ്പലത്തിൽ പോയതിന് ശേഷം കൊച്ചിന് വെള്ളത്തിലിറങ്ങണം എന്ന് പറഞ്ഞപ്പം അപ്പോഴാണ് ഞാൻ ഓർത്തത് ഇവിടെ കൂടെ ഇങ്ങനെ വെള്ളം ഒഴുകുന്ന ഒരു സ്ഥലമുണ്ട് എന്നൊക്കെ ഓർത്തത്. മാത്രമല്ല ഇങ്ങനെ നടന്നു വന്നപ്പം ഞാനൊക്കെ കൊച്ചായിരിക്കുന്ന സമയം തൊട്ടേ ഇവിടെ നിൽക്കുന്ന ഒരു പുളിമരമാണ്, കുടംപുളിയാണ്. അത് ചെറിയൊരു അധികം മണ്ണയില്ലാത്തൊരു മരമായി നിന്ന സമയത്ത് ഇതുവഴി വന്നതാണ്. ഒരു 30 വർഷത്തിൽ കൂടുതലായിട്ട്, 30 വർഷമായില്ല, 25 വർഷത്തോളം മുന്നേ ആണ് ഞാനിവിടെ ലാസ്റ്റ് വരുന്നത്. ഇപ്പോൾ അത് വലിയ മരമായി, ഇപ്പോൾ കായൊന്നുമില്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഒരു മൊത്തത്തിലൊരു നൊസ്റ്റാൾജിക് ഫീലിങ്. അപ്പോൾ ഇത് പിടിച്ച് അമ്മയ്ക്കും കാണുമ്പോൾ, അമ്മ ഇപ്പോൾ എൻ്റെ അടുത്ത് ഇവിടെ ഇല്ല, എന്നാലും അമ്മയ്ക്ക് ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ അമ്മയൊന്ന് കാണിക്കാം ഒക്കെ, എല്ലാം നല്ല രസമാണല്ലോ എന്നോർത്ത് ജസ്റ്റ് ഒന്ന് വീഡിയോ പിടിച്ചു എന്നേ ഉള്ളൂ. പിന്നെ മോളങ്ങോട്ട് ഓടിപ്പോയിട്ടുണ്ട് അവളുടെ അച്ഛൻ്റെ കൂടെ. അപ്പം നമുക്ക് എന്തായാലും ഇവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ചുമ്മാ ഒന്ന് നോക്കാം. ഓക്കെ. ഇതിൽ കാപ്പിക്കുരു കണ്ടിട്ടുണ്ടോ? ഇതുപോലെ ഉണങ്ങിയ കാപ്പിക്കുരു വെച്ചിട്ടാണ് അതിൻ്റെ ആ പരിപ്പ് എടുത്തിട്ട് നമ്മൾ കോഫി കുടിക്കാറില്ലേ, അതുണ്ടാക്കുന്നത് കേട്ടോ. ഇതിലേക്ക് കാപ്പിക്കുരു കണ്ടപ്പോഴേക്കും ഇതൊന്നും അങ്ങനെ അവൾ കണ്ടിട്ടില്ല, അതുകൊണ്ട് ഇത് ആദ്യമായിട്ട് കാണുന്ന പോലെയുള്ളൊരു ഫീലിംഗാണ്. ഇങ്ങനെയുള്ള സ്ഥലമൊക്കെ ദിയയെ സംബന്ധിച്ച് ഒരു പുതുമ പോലെയാണ്. അവൾക്കിത് കാണുമ്പോൾ ഭയങ്കര ഒരു ഇഷ്ടമോ ഏതാണ്ടൊക്കെയാണ്. അപ്പോൾ നമ്മളൊന്ന് അതുവഴിയൊക്കെ ഒന്ന് പോയി നോക്കാം. ഈ ചെടിയുടെ ഇതൊരു മുള്ളുള്ളൊരു ചെടി, ഇതിൻ്റെ പേരൊന്നും അറിയത്തില്ല. പക്ഷേ ഇതിനൊരു കറുത്തൊരു തരം കായുണ്ട്, ചെറിയ പുളിയൊക്കെ ഉള്ളത്, ചെറിയ മധുരമുള്ള. പണ്ട് ഒരുപാട് പറിച്ച് തിന്നിട്ടുണ്ട്. ഇപ്പം പേടിയാണ് അതിനെ കാണുമ്പോൾ. പക്ഷെ അന്ന് ഇത് കഴിക്കാൻ നല്ല രസമായിട്ട് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ വരുമ്പോൾ, ഈ പറമ്പിക്കൂടെ വരുമ്പോൾ ഉള്ളൊരു പ്രത്യേകതയാണിത്. ഇവിടെ ഒരു തരം മുള്ളുള്ള ഒരു ചെറിയ ഇലയുള്ളൊരു ചെടി, അതിനൊരു ഓറഞ്ചിൻ്റെ മണമാണ് ആ ഇലയ്ക്ക്. അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ്, പണ്ടേ ഇങ്ങനെ ചെയ്തിട്ടുള്ള ഒരു ഓർമ്മയുടെ എന്തോ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ്. അമ്മയുടെ കൂടെ ഒരുപാട് വന്നിട്ടുള്ള ആ ഒരു ഫീലിങ്ങിൻ്റെ ആണെന്ന് തോന്നുന്നു. ഒരു സന്തോഷമാണോ എന്തൊക്കെയോ തോന്നുന്നു, സങ്കടമൊക്കെ തോന്നുന്നുണ്ട്. ഇത് പനച്ചേൻ എന്നാണ് എല്ലായിടത്തും പറയാമെന്നറിയില്ല. ഇത് പറഞ്ഞ പോലെയാണ്, പറിച്ചിട്ട് ചവയ്ക്കുന്ന ഒരു പരിപാടിയാണ്. പുളിയൊക്കെ ഉണ്ട്. ഇത് വെച്ചിട്ട് മത്തിയൊക്കെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കും. മത്തി ഫ്രൈക്കൊക്കെ ഇതിൻ്റെ ഇലയും ഒക്കെ കൂടെ അരച്ച് നമ്മൾ ഫ്രൈ ചെയ്യാറുണ്ട്. പിന്നെ ഇതിനൊരു പൂവുണ്ട്, അതിൻ്റെ നടുക്ക് ബ്രൗൺ കളറൊക്കെ ആയിട്ട്. അതിങ്ങനെ ജസ്റ്റ് എന്തെങ്കിലും പേനയുടെ ക്യാപ്പൊക്കെ വെച്ചിട്ട് കുത്തിയിട്ട് എന്ത് ചെയ്യും, പൊട്ടായിട്ടൊക്കെ വയ്ക്കുമായിരുന്നു അന്ന്. ഇങ്ങനെ ഒരുപാട് ഓർമ്മകൾ ഈ പറമ്പിലൂടെയൊക്കെ വരുമ്പോഴത്തേന് കിട്ടുന്നുണ്ട്. ഇവിടെയൊക്കെ കാട് പോലെ ശരിക്കും എന്താ പറയുക, കാട്ടിലൂടെ പോകുന്നൊരു ഫീലിങ്. പക്ഷേ പണ്ട് ഇവിടെ ഇങ്ങനെ കാപ്പിയുടെ ഇങ്ങനെ കാടൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ എന്തോ ഒരു അപരിചിതത്വം തോന്നുന്നു ഇങ്ങോട്ട് എത്തിയപ്പോഴേക്കും. ഇപ്പോൾ ഇവിടെ ഒരു പാലത്തിൻ്റെ പുറത്ത്, ഒന്നും ഉണ്ടായിരുന്നില്ല, ചെറിയൊരു പാലത്തിൻ്റെ പുറത്തായിരിക്കുന്നത്. അന്ന് ഈ വെള്ളം ഒഴുകുന്നത് അതായിരുന്നു ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്. അവിടെ പോയി ഒരു ഭാഗം ഉണ്ടായിരുന്നു, മീനൊക്കെ വരുമായിരുന്നു. അതിനിങ്ങനെ മീൻ പിടിക്കുക എന്നുള്ളത്, ഈ ചെറിയ മീനൊക്കെ. ഇപ്പം മഴ പെയ്ത് തോർന്നുകൊണ്ടാണെന്ന് തോന്നുന്നു, വെള്ളം കുറവായി. ആ വെള്ളത്തിലേക്ക് ഇറങ്ങി അതിൻ്റെ കാലൊക്കെ ഇട്ടിരിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഏതെങ്കിലും സ്ഥലത്ത് പറ്റുമോ എന്നറിയത്തില്ല. കുഞ്ഞായിരുന്നപ്പോൾ ഒരുപാട് വെള്ളത്തിൽ ഇങ്ങനെ ഒത്തിരി ഇഷ്ടമാണ് ഇങ്ങനെ ഒഴുകുന്ന വെള്ളം കാണുമ്പോൾ. അപ്പം അതിൽ കളിക്കാൻ വേണ്ടി അമ്മ അവിടെ എന്തെങ്കിലും ചെയ്തുകൊണ്ട് നിൽക്കുമ്പം അമ്മയുടെ അടുത്ത് ഇവിടെ നിന്ന് കളിച്ച ഒരു ഓർമ്മയൊക്കെ. ഇപ്പോൾ പക്ഷേ അങ്ങോട്ട് ഭയങ്കരമായിട്ട് കാട് പോലെയായി. അപ്പോൾ അങ്ങോട്ട് പോയി ഇരിക്കാനൊന്നും പറ്റുന്നില്ല. എന്നായാലും അങ്ങോട്ട് വെള്ളം വേറെ അങ്ങോട്ട് മാറുമ്പോഴേക്കും അതിൽ പോയിരുന്ന് ഇരിക്കാൻ പറ്റുമോയെന്നൊന്ന് നോക്കണം. ഒരു കുളമുണ്ട് ഇതിൻ്റെ പുറകിൽ, അവിടെ ചാടിക്കാന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്നതാണ്. അപ്പോൾ അത് ചാടാൻ പറ്റാത്തതിൻ്റെ ഒരു സങ്കടത്തിൽ നിൽക്കുകയാണ്. അത് പക്ഷേ ആ കാടൊക്കെ കയറി കിടക്കുകയാണ്, വൃത്തികേടായി കിടക്കുകയാണ്. അതുകൊണ്ട് അതിൻ്റെ ഒരു പിണക്കത്തിൽ നിൽപ്പാണ്. ഞങ്ങളിനി വേറെ എവിടെയെങ്കിലും വെള്ളം ഉണ്ടോ എന്ന് നോക്കി അതിൽ ചാടാൻ വേണ്ടി പോവുകയാണ്. ഇതിൻ്റെ മുത്തേ നമുക്ക് പോട്ടോ.
അവിടെ നമ്മൾ കുളത്തിൻ്റെ അടുത്ത് പോയപ്പോഴേക്കും അവിടെ വെള്ളമൊന്നും ഇല്ലായിരുന്നതുകൊണ്ട്, വെള്ളം ഉണ്ടായിരുന്നു പക്ഷെ അപ്പടി കാടൊക്കെ പിടിച്ച് കിടക്കുന്നതുകൊണ്ട് അവിടെ വെള്ളത്തിൽ ഇറങ്ങാമെന്നുള്ള ആഗ്രഹത്തോടെ പോയതുകൊണ്ട് ഭയങ്കര സങ്കടമായിപ്പോയി. അപ്പം ഇവിടെ കുറച്ചിങ്ങ് മാറിയിട്ട് നമുക്കിവിടെ ഒരു തോട് ഒഴുകുന്നുണ്ട്, അവിടെ വരാമെന്ന് പറഞ്ഞത്. ഇപ്പോൾ അച്ഛനും മോളോട് വെള്ളത്തിൽ ഇറങ്ങിയിട്ട് അവൾക്ക് നിന്നാൽ മതി, നീന്തണ്ടെന്ന് പറഞ്ഞാൽ നീന്തൽ പഠിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് അവൾ സമ്മതിക്കുന്നില്ല. അതായത് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് വെള്ളത്തിൽ. എനിക്കും വെള്ളം പേടിയാണ്, അതുകൊണ്ട് ഞാൻ ഇറങ്ങിയില്ല. ഇപ്പം താറാവൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് വെള്ളത്തിൽ.